ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ സ്വാതന്ത്ര്യം എന്ന വർഷത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു നയിക്കുന്നത്. എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദേവൂട്ടിയോടൊപ്പം അപ്പും കൂടെ സ്വാതന്ത്ര്യം വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അഞ്ചു അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ദേവൂട്ടിയുടെ ആയിട്ട് അപ്പു പറയുന്നുണ്ട്, ഡാഡി മമ്മി ഡാഡി എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാഡി പുറകെ വന്നോളെന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് അഞ്ചു വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പു നീ ദേവൂട്ടിയും കൂട്ടി ഇത് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട്, ഇവിടുന്ന് തെരുവിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. നിൻ്റെ വീട്ടിലോട്ടോ? എനിക്കൊരു വീടിൻ്റെ ഉള്ളു അഞ്ചു, അത് എൻ്റെ അമരാവതി തറവാട്ടിലോട്ടാണ്, അതായത് എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് ഞാൻ പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ചു ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞു ഇനി അതിന് ഹരിയേട്ടൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹരിയേട്ടൻ ഇന്നാൾ പറഞ്ഞല്ലേ ഇനി അങ്ങേര് ചത്തെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ഇനി ആ ഒരു തറവാട്ടിലോട്ട് തിരിച്ചു പോകത്തിരുന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശരിയാ അഞ്ചു, ഞാനത് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ ആ വാക്ക് പാലിച്ചതിനെ അഞ്ചു, പക്ഷേ ഹരിയിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് എന്നിട്ട് അപ്പു പറയുകയാണ്, ഞാൻ ഡാഡിയുടെ അടുത്ത് എന്നിട്ട് ചെയ്തതിനും പറഞ്ഞതിനും എല്ലാത്തിനും ഞാൻ സമസ്ത അപരാധത്തിന് കാൽക്ക് വീണും മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും ഞാനെന്നും ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ആ ഡാഡിയുടെ മകളായിട്ട് ഞങ്ങൾ ഇനി ആ ഒരു വീട്ടിൽ താമസിക്കാനാണ് തീരുമാനിച്ചതെന്ന് പറയണേ. ഇത് കേട്ട് നമ്മുടെ അഞ്ചു ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എനിക്കും എൻ്റെ മോൾക്കും ഇനിയുള്ള ജീവിതത്തിൽ ഏക ആശ്വാസം അത് മാത്രമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ അഞ്ച് ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ലെന്ന് അഞ്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്വത്തിനോ അല്ലെങ്കിൽ പണത്തിനോ വേണ്ടിയൊന്നും മാത്രമല്ല അഞ്ച് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുകയാണ്. ഇനി ഞാനിവിടെ തുടർന്നു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ മോളും ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോളെ തന്നെ നഷ്ടമാകുന്നുള്ള പേടിയുള്ളത് കൊണ്ട് അഞ്ചു ഞാൻ ഈ ഒരു തീരുമാനം എടുത്ത് എനിക്കിനി എൻ്റെ മോൾ ആരും അല്ലാതായിട്ട് മാറുന്ന കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കേട്ടിട്ട് അഞ്ച് ഞെട്ടുവാണ്. എന്നിട്ട് അഞ്ച് ഞെട്ടോട് പറയുകയാണ്, എൻ്റെ അപ്പു നീ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ദേവിയടുത്ത് അങ്ങനെ സ്വന്തം മകളായിട്ട് ദേവൂട്ടിയെ മാറ്റുമെന്നൊക്കെ നീ ഇത്ര സിദ്ധിയായിട്ടാണ് ചിന്തിച്ച് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പു പറയുകയാണ്, നിനക്കിതിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, നിനക്കും ഒരു കുഞ്ഞുണ്ടാകട്ടെ, നീയും അങ്ങനെ മറ്റൊരു സ്ത്രീയെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിച്ചിട്ട് നമ്മളെ വേണ്ടാന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജുവിൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പു ഞാൻ ഇന്നലെ ശരിക്കും അനുഭവിച്ചാണ്. നിന്നോട് എനിക്കൊരു ഉപദേശം മാത്രമേ തരാനുള്ളൂ, നിനക്കുണ്ടാകുന്ന കുഞ്ഞിനെങ്കിലും നീ ദേവിയടുത്തെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കരുതെന്ന് പറയാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെയാണ് അവസ്ഥ അറിഞ്ഞത്. അവർ സ്നേഹം കൊണ്ട് നമ്മുടെ മക്കളെ പൊതിഞ്ഞിട്ട് അവർ നമ്മുടെ നിന്നും അകറ്റുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട് അഞ്ചിനൊന്നും പറയാൻ പറ്റില്ല. എന്തിനാ അപ്പു നീ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത ചിന്തിക്കുന്നതെന്ന് പറയുകയായിരുന്നു അഞ്ചു. അപ്പുവിൻ്റെ ഈ ഒരു സ്വഭാവത്തെ ഒരു ഞെട്ടൽ തോന്നിയ അഞ്ചു ചോദിക്കണം, നിൻ്റെ സമനില വല്ല തെറ്റി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പു പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഇതൊക്കെ തോന്നും, നീയും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയുകയായിരുന്നു അപ്പു. ഉടൻ തന്നെ ദേവുമോളെയും കൂട്ടിക്കൊണ്ട് അപ്പു പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയാണ്. ഞങ്ങൾ ഇനി ഒരു സന്തുലത്തിൽ ഉണ്ടാകില്ലെന്ന് പറയുകയാണ്. അപ്പം